പ്രിയമുള്ളവരെ, എൻ്റെ അമ്പലത്തിൽ ജോലി കഴിഞ്ഞ് അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് എനിക്ക് തോന്നി. ഞാനൊരു ചെറിയ കവിത പോലെ എഴുതി. എനിക്കിത് കവിതയാണ്, നിങ്ങൾക്കിത് കവിതയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഈ കവിതയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മുടെ പഴയ കൃഷി കാലങ്ങൾ നഷ്ടപ്പെട്ടു പോയതും നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ നമ്മൾ കൊണ്ടുപോയി പൊതുസ്ഥലങ്ങളിടുകയും ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഇല്ലാത്തവരോട് എന്താണ് കാണിക്കുന്നത്, ഉള്ളവൻ എന്താ കാണിക്കുന്നതെന്നൊക്കെ തിരിച്ചറിഞ്ഞുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ ഈ കവിത എഴുതിയിരിക്കുന്നത്. അതിൽ എൻ്റെ മനസ്സിലെ ആശയമാണ്, നിങ്ങളുടെ മനസ്സിലെ ആശയം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പൊറുക്കണം. എനിക്ക് വായിക്കാൻ അറിയാവുള്ളൂ, ചൊല്ലാൻ അറിഞ്ഞുകൂടാ. ഞാൻ എഴുതിയതുപോലെ തന്നെ വായിക്കിട്ട്. ഉണരണം, ഉയർത്തണം, നാടിനെ വളർത്തണം, ദാരിദ്ര്യം നീങ്ങണം, പാടങ്ങൾ വിളയണം, കളങ്ങളൊക്കെ നിറയട്ടെ, അറകളൊക്കെ നിറയട്ടെ, ദാരിദ്ര്യം നീങ്ങണം, പാടങ്ങൾ വിളയുമ്പോൾ. ദാരിദ്ര്യമെന്ന സത്യമായ മുദ്രാവാക്യം പ്രകാശമായി പടരട്ടെ. തൊഴിലും വേതനവും നിഷേധമെല്ലാം അവകാശമാണ്. മണിമാളികകൾ പൊങ്ങട്ടെ, കണ്ണടച്ചു തുറക്കുമ്പോൾ പ്രകൃതിയെല്ലാം കൊണ്ടുപോകും. ഓർക്കണം, നമ്മളുടെ നാശം കാറ്റല്ലോ, മഴയല്ലോ, തീയല്ലോ. നീ കൂട്ടിവെച്ച നിൻ്റെ സ്വത്തുവകകളെല്ലാം നിൻ്റെ പിൻതലമുറക്കാർക്കല്ലയോ. കഴിഞ്ഞ ദുരന്തത്തിൽ ഒരു തുള്ളി ദാഹജലത്തിനായി, ഒരു പിടി ഭക്ഷണത്തിനായി പ്രകൃതിയോട് യാചിച്ചില്ലയോ. കിടപ്പാടമില്ലാതെയും അന്നമില്ലാതെയും അലയുന്ന പാവങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ? നീയും നിൻ്റെ കുടുംബവും കഴിക്കുന്ന അവശിഷ്ടങ്ങൾ പൊതുസ്ഥലങ്ങളിൽ തള്ളുന്ന സമ്പ്രദായം നാടിന് ശാപമല്ലേ? സത്യമെന്ന വാക്ക് ദൈവത്തെ ഉൾപ്പെടുത്തണം.